DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് കൂടിയുണ്ട്. മുഹമ്മദ് ഷിയാസ്, മുനമ്പത്തെ താമസക്കാരിൽ നിന്ന് അവരിൽ നിന്ന് നികുതി സ്വീകരിക്കാനുള്ള തീരുമാനം സർക്കാർ എടുക്കുന്നു. അക്കാര്യം കോടതിയിൽ അറിയിക്കാൻ പോകുന്നു. സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ പോവുകയാണ്. ഈ അവധിക്ക് തൊട്ട് പിന്നാലെ കോടതിയിൽ നിന്ന് അനുകൂലമായ സമീപനം വേഗത്തിൽ ഉണ്ടാകുന്നതോടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നതാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഇപ്പോൾ വഖഫ് ആസ്തി രജിസ്റ്ററിൽ നിന്ന് ഒഴിവാക്കപ്പെടുക ഈ ഭൂമിയും അവിടുത്തെ സ്ഥാവര ജംഗമവസ്തുക്കളും എന്നതാണല്ലോ ഏറ്റവും പ്രധാനം. അതിലേക്കുള്ള വേഗത്തിലുള്ള നടപടിയായി സർക്കാരിന്റെ ഈ തീരുമാനം മാറുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ഞങ്ങളും നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഭൂനികുതി അടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇതൊരു വലിയ സമരമായി മാറിയത്. വർഷങ്ങളായി കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ വ്യവഹാരങ്ങൾ ഇവരെ എല്ലാവരെയും അലോസരപ്പെടുത്തിയിരുന്നു. അതിന് ശാശ്വതമായ ഒരു പരിഹാരം ഇത്തരത്തിലുള്ള ഒരു പരിഹാരമാണ്. ഇത് വഖഫ് ഭൂമിയല്ല എന്ന് കണ്ടെത്തലാണ്. സ്വാഭാവികമായും ആ കണ്ടെത്തൽ തന്നെയാണ് ഒരു കമ്മീഷൻ മുഖേന സർക്കാർ തീരുമാനിക്കേണ്ടത്. പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ 10 മിനിറ്റ് കൊണ്ട് സർക്കാരിന് തീർക്കാൻ കഴിയാവുന്ന ഒരു വിഷയത്തെ ഇത്രയധികം വലിച്ചു നീട്ടുകയും ഈ ആളുകളെ എല്ലാവരെയും ബുദ്ധിമുട്ടുകയും ഇത്രയധികം കുടുംബങ്ങളെ ഷിയാസ്, ഇത് അത്ര എളുപ്പം ഉള്ളൊരു കാര്യമാണോ? ഇപ്പോൾ ഭൂനികുതി സ്വീകരിക്കാൻ സർക്കാർ 2022 തന്നെ തീരുമാനിച്ചതാണ്. അന്ന് പ്രതിപക്ഷമാണ് നിയമസഭയിൽ അക്കാര്യത്തിൽ എതിർപ്പ് ഉന്നയിച്ചത്. അതെന്തെങ്കിലും ആട്ടെ, പക്ഷെ ആ തീരുമാനം അവിടെ തീരുമാനമായി വന്നിരുന്നു. പക്ഷെ അത് കോടതി വ്യവഹാരത്തിലേക്ക് പോയപ്പോൾ കോടതിയാണ് അവിടെ ഒരു നിലപാടെടുക്കുകയും നികുതി സ്വീകരിക്കുന്നത് സ്റ്റേ ചെയ്യുകയും ചെയ്തത്. അപ്പോൾ ഇതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള നിയമ പ്രശ്നമല്ലേ? അതിൽ രാഷ്ട്രീയമായി അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്ന് പറയുന്നതിനപ്പുറത്ത് നിങ്ങൾ എല്ലാവരും കൂടി ഒരു സമവായം ഉണ്ടാക്കുക, ലീഗലായി തന്നെ ഇതിലൊരു റെമഡി ഉണ്ടാക്കുക എന്നുള്ളതല്ലേ ഒരു ആശ്വാസകരമായ സമീപനം? അത് തന്നെയാണ് ലീഗലായ റെമഡിയാണ് ഇതിനൊരു പരിഹാരം. സർക്കാർ തന്നെ കോടതിയിൽ ഭൂമി നികുതി സ്വീകരിക്കാമെന്ന് പറയുമ്പോൾ തന്നെ സർക്കാരിനൊരു തീരുമാനമുണ്ടല്ലോ. സ്വാഭാവികമായും കോടതിയാണ് ഇത്തരത്തിൽ ഇടപെട്ടിരിക്കുന്നത്. കോടതിക്ക് മുമ്പിൽ സർക്കാരിന് തന്നെ പറയാം ഇത് വഖഫ് ഭൂമിയല്ല. കാരണം ഇത് അന്നത്തെ ആ കമ്മീഷന്റെ കണ്ടെത്തലിൽ അപര്യാപ്തതകൾ ഉണ്ടായിരുന്നു, പോരായ്മകൾ ഉണ്ടായിരുന്നു. അവർ തന്നെ കൃത്യമായി പറഞ്ഞിട്ട് ആഴത്തിലുള്ള പഠനം അനിവാര്യമാണെന്ന്. അപ്പൊ അത്തരത്തിൽ ഒരു തീരുമാനമെടുത്ത് സർക്കാർ തീരുമാനിച്ച വഖഫ് ബോർഡാണല്ലോ. സ്വാഭാവികമായും ആ വഖഫ് ബോർഡിന് ഇതിന്റെ ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി അത് വഖഫ് ഭൂമിയല്ല എന്ന് കണ്ടെത്തുന്ന തരത്തിലേക്കുള്ള ഒരു നടപടി സ്വീകരിക്കുമ്പോൾ ഇവരുടെ ഭൂനികുതി സ്വീകരിക്കാൻ പറ്റും. അവർക്ക് കോടതി വ്യവഹാരങ്ങളിൽ നിന്ന് അവർക്ക് ഒഴിവാക്കാനും സാധിക്കും. ഇത് ചെയ്യേണ്ടത് സർക്കാരല്ലേ? ഇത് ചെയ്യേണ്ടത് പ്രതിപക്ഷ പാർട്ടിയോ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളോ കോടതിയോ അല്ല. കണ്ടെത്തിയത് സർക്കാരാണ്. ആ സർക്കാർ തന്നെ ഈ കണ്ടെത്തലിലുള്ള അപര്യാപ്തതകൾ സർക്കാർ തന്നെയല്ലേ കോടതിക്ക് മുമ്പിൽ പറയേണ്ടത്? വേറെ ആരാ പറയുന്നത്?